ദാ നിന്നെ വീണ്ടും പാമ്പ് വിഴുങ്ങി. എന്നാ പാമ്പ് വിതുങ്ങി വിതുങ്ങി പാമ്പിന്റെ വയറ് പൊന്തനായി, എന്നിട്ട് വീണ്ടും പാമ്പ് വിതുങ്ങന്ന്. ഇന്നത്തെ കഥ നീ പൊത്തോതാ. ഒന്ന് പോരാ, എത്ര പാമ്പ് വിതുങ്ങിയാലും ഈ പക്കുത് ഏതെങ്കിലും ഏന്നിപ്പിത്ത് കേറും, നീ കണ്ടോ? ആ 6 വീണ്. 1 2 3 4 5 6. അത് പാമ്പിന്റെ വാ. ഇവിടെ ഞാനില്ലല്ല, പിന്നെ നീ എങ്ങനെ കയറി? പാമ്പിന്റെ വാല് കിടക്കുന്ന കണ്ടുതേ സുബ്രു, അതിൽപ്പെട്ട് നാങ്ങ് കയറി. താൻസന കണക്ക് കള്ളക്കളി കള്ളക്കളി കള്ളക്കളിയാ. ഞാൻ ജയിക്കാറാകുമ്പോ നീ എപ്പോഴും പറയാനത് അത് പറ്റൂല സുബ്രു കഥ. പക്കലു അന്തക്കളി കാണിച്ചാ കുന്തത്തി താതുവേ. പിന്നെ അങ്ങനെ ഞാൻ എപ്പോഴും കുന്തത്തി താത്താളേ. എന്താ ഒന്നുമില്ല, കളി കളി. ഈശ്വര ഒന്ന് വീർന്നേ. എന്താ കാത്തല്ലേ, ഭയങ്കര കാത്ത്. ഒന്നും വീണില്ല. 5 5 5. 1 2 3. ഇതിന്റെ പതിലോട്ട് പോന്നാ. അയ്യോ 1 2 3 4 5 5. ഇതെങ്ങനെ ഇപ്പുറത്ത് വന്ന് 5 വീണ? ആ പാമ്പിന്റെ വായിലല്ലേ ഇരിക്കാള്ള. എന്താന്തോ പാമ്പിന്റെ പനിയാന്ന് തോന്നുന്നു. വിതുങ്ങാൻ കൊടുക്കത്തില്ല, വിതുങ്ങിയില്ല. ഇവിടെ ഇരിക്കത്ത് വിഴുങ്ങ് പാമ്പ് അങ്ങോട്ട്. ദാ വീണ്ടും നാ മൂത്തിപ്പോയി. പാമ്പില്ലാത്ത ഏനീ പാമ്പ് വാങ്ങിക്കണം. ഏത് കഥയെ കിട്ടുമെന്തോ. പാത്തു. ഹലോ പാത്തു, എന്താ നീ? ഹലോ പക്കതോ, നീ എന്ത് ചെയ്യുന്നേ? നാവിത ഏനീ പാമ്പം കളത്തെ സുബ്രുവിനെ തോപ്പിത്തോണ്ടിരിക്കുന്നു. നീ എന്തിനാ വിളിച്ചാ? കാര്യം പറ. ഈ വന്ന ഫെബ്രുവരി 25-ാം തീയതി എനിക്ക് 8 വയസ്സ് തികയാന്ന്. കല്യാണ പ്രായമൊക്കെ ആയല്ല പാത്തു. പോരാവുന്നു, എനിക്ക് നാണം വരുന്നു. പിന്നെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ വന്നേ, ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട്. അയ്യോ, അന്ന് എനിക്ക് വരാൻ പറ്റൂല, ഒരു ടെസ്റ്റ് ടൂർണമെന്റ് ഉണ്ട്. ഏനീം പാമ്പ് കളിച്ച് പാമ്പ് വിരിഞ്ഞ പോലെ ചെസ് കളിച്ച് പാമ്പ് വിരിങ്ങാൻ പോവേന്നാ നീ? സുബ്രു എനിക്കെല്ലാം സ്നാപ്പ് ഓതി അയച്ചു തന്ന്. ഓ പിന്നെ ശരി, കാണാം. എന്നെന്താ പാത്തു വിളിച്ച? പാത്തുവിന്റെ ബർത്ത്ഡേ നമ്മളെ വിളിച്ചത്. ഞാൻ നിന്ന വീണ്ടും പാമ്പ് വിളങ്ങി. അപ്പൊ 24-ാം തീയതി മൊത്തം പത്തിനി കഥക്കണം. എന്തിന്? 25-ാം തീയതി പാത്തുവിന്റെ ബർത്ത്ഡേ അല്ലേ, മൊത്തം ബിരിയാണി കഥിക്കണ്ടേ. രാവിലെ 5 മണിക്ക് പോയി ചായയിൽ തീറ്റ തുടങ്ങണം. രാത്രി 10 മണിയാകുമ്പോ അതപ്പ നമ്മളെ തീറ്റ അവസാനിപ്പിക്കണം. ഏതാ അവക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? കേക്ക് മുറിക്കുമ്പോ അടിമത്തി തൂത്തല്ല. ഏതാ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന്? എന്തിന്? ബെസ്റ്റ് ഫ്രണ്ടിന് ഒരിക്കലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കരുത്. പകരം ബർത്ത്ഡേ അന്ന് അവരെ വീട്ടിൽ പോയി തിന്ന് മുറിക്കണം. എന്നാലും ഒന്നും വാങ്ങാതെ പോകുന്നത് മോശമല്ലേതാ? എന്ത് ബർത്ത്ഡേക്ക് നിനക്കെന്തതാ ഈ മോശം തോന്നാത്ത? നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ മറന്നു പോയതല്ലേതാ? അപ്പൊ പാത്തുന്റെ മറന്നു പോവും. അതെങ്ങനെ മറക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ ഓർത്തില്ലേ, ഇനി എങ്ങനെ മറന്നു പോവും? അല്ലെങ്കിൽ നിനക്ക് പെമ്പുള്ള കാര്യം ഒരിക്കലും മറക്കൂല. അപ്പൊ നീ തിന്നുകുത്തിക്ക് ധാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തതാ? സിന്നുക്കുത്തിന്റെ ലവർ അല്ലേതാ? അക്കാര്യം അവക്കറിഞ്ഞൂതല്ല. നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാതെ കായ് കുതുക പൊത്തിക്ക. കാണിക്ക വഞ്ചിൽ കുറെ പൈസ കാണോതാ. ഇതാ പൊത്തിത്ത. സവരീകാരി സവരീകാരി പ്രസത്തിങ്ക ഐ പ്രസത്തിങ്ക പ്രസത്തിങ്ക. വലുത്താ ദ്രോക്കളെ കാര്യം ഞാൻ എന്റെ കണിക്ക് വെച്ച് പൊട്ടിച്ച. ചോദിക്കാതെ തന്നെ ഉത്തരം കിട്ടി. എന്ത് വല്യത്താ, ഞാൻ കഷ്ടപ്പെട്ട് എത്തുന്ന പൈസ ഉള്ളത്. മകളെ ഇപ്രാവശ്യം ഒന്ന് ഷെമീരിട. വലിയച്ഛന് ശമ്പളം കിട്ടിയില്ല, അതാണ് കുത്തി തുറന്നെടുത്ത. ജോലി ഉണ്ടെങ്കിലല്ലേ പക്വതിന്റെ വലത്ത ശമ്പളം കിട്ടൂ. അണ്ട സുബ്രുവിനെ കാര്യം അറിയാം. മക്കള് വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം എല്ലാം ഞാൻ ഒന്നിച്ചു തരാം, പലിശ അടക്കം. എന്താ പൈസ? അപ്പൊ ശരി. പിന്നെ വല്യച്ഛൻ അത് പൊട്ടിച്ചെടുത്തെന്ന് കരുതി കാണിക്കുവഞ്ചി ഇനിയും പെരുക്കാതിരിക്കണ്ട, ഇനിയും പൈസ എണ്ണാം കേട്ടാ. വല്യമ്മേരത്ത് ഇക്കാര്യം ബോധിപ്പിക്കണ്ട, അവൾ ഞാൻ വിലക്കി കിടക്കും കേട്ടാ. സവരീകാരി സവരീകാരി. എന്തൊരു ജീവിതമാണ് എന്റെ. ഏതാ നമുക്ക് അടുത്തെങ്കിലും പൈസ കടം വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്താ പോരെ? എന്തെന്ന്? അതൊന്നും വേണ്ട.
ഈ ഡബ്ബറും കുതുവൊക്കെ പിറക്കി വിത്താ പൈസ കിട്ടോ? പിന്നെ ഡബ്ബറും കൂടി പറക്കി കൊടുത്താൽ നല്ല പൈസ കിട്ടൂലേ. ആദ്യമൊന്നും കടം വാങ്ങിക്കാതെ സ്വന്തം പൈസക്ക് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്നേ ഈ പക്കുതൊന്നും നോക്കത്ത്. കൊറേ കുരു കിട്ടി. ദാ പക്കലു. എനിക്ക് ഡബ്ബറിന്റെ കുതു പതക്കാൻ വയ്യ സുബുദു. നമുക്ക് ആർക്കെങ്കിലും കടം വാങ്ങിച്ചിട്ടേ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ പോരെ. ഡബ്ബർ കുതു പിറക്കി. ഇനി ഇത് എവിടെ കൊണ്ട് വിൽക്കും? കഥയില് കഥയിൽ ആരെ കൊണ്ട് പോകും? ശരിയാണ്, ഇതിപ്പോ ആര് കൊണ്ടുപോയി വിൽക്കും? ദാ ഒരു വടിയുണ്ട്. വലത്താ എന്താ മക്കളെ? മദ്യാദിക്ക് ഇത് കൊണ്ട് വിത്ത് പൈസ ആക്കി നമ്മളെ കൊണ്ട് തന്നോളണം. ഇല്ലെങ്കിൽ കാണിക്ക വണ്ടി പൊത്തിത്ത കാര്യം നാ വല്ലമേത്ത് പറഞ്ഞു ഒതുക്കും. അയ്യോ വേണ്ട, പറയണ്ട. ഞാൻ ഇത് വിറ്റിട്ട് പൈസ കൊണ്ടുവരാം കേട്ടാ. സുബുദു എങ്ങനെ ഉണ്ടതാ എന്താ ബുദ്ധി? കൊറേ നേരായല്ല വലത്തിനെ കാണാനില്ലല്ല. മകളെ റബ്ബറും കുരു വിറ്റ് 40 രൂപ കിട്ടി. വിത്താ എന്നിട്ട് പൈസ വരെ? അങ്ങോട്ട് ഞാൻ നടന്നാണ് പോയത്. ഹോ, വന്തിക്കൂലി ലാഭിച്ച്. പക്ഷെ തിരിച്ച് ക്ഷീണിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറിയാണ് വന്നത്. 40 രൂപ ഓട്ടോക്കാരന് കൊടുത്തു. പക്കതു നിന്റെ ബുദ്ധി. റബ്ബറും കുരു വിറ്റില്ലേ മക്കളെ, അതിലെ വലിയ കാര്യം. മീറ്ററോള് പല്ലിലൊട്ടണം. സുബുദു വേറെ വഴി ഉണ്ടതാ. വീട്ടിൽ കിടക്കുന്ന പഴയ സാധനങ്ങളെ നമുക്ക് പറക്കി വിൽക്കാം. ആക്കറി ആക്കറിയേ. പഠിക്കാൻ തിനാ ഇത്രയും ബുക്ക്? ഒരു ബുക്ക് മതി. വെയിറ്റ് കൂടിയ കൂടുതൽ പൈസ കിട്ടുമെന്നാണ് പക്കതു പറഞ്ഞ. അമ്മക്കെല്ലാത്ത താക്കി കേട്ടാ. വല്യമ്മ ഈ മിക്സി പതേന്ന് തന്നെ. ഈ അതിപ്പ അതെല്ലാം പഴയതാണ് ഇരിക്കണ. എല്ലാ പതേന്ന് തന്ന താക്കി കേട്ടാ. അമ്മ അമ്മമ്മ വീട്ടിൽ വരോ? ഇല്ല. ശിഷ്, ഏറ്റവും പഴയ സാധനം വരുന്നു. ഇനിയിപ്പോ വിളിച്ച് വരുത്താം. വല്യമ്മ ഈ ഫ്രിഡ്ജ് പഴയ തന്നെ. ഫ്രിഡ്ജും പഴയത് തന്നെ. ഇവിടെ മിക്സിംഗ് ഗ്രൈൻഡർ ഇവിടെ പോയി. എല്ലാം ഞാൻ താക്കി കേട്ടി വല്യമ്മ. പേന പെൻസിൽ ബുക്ക് എന്തിനു ബാഗ് വരെ കുത്തി കയറ്റി. അയ്യോ എന്താ കന്നിപ്പാത്രം. ഇത് നാ വിൽക്കൂല. വല്യമ്മ ഗ്രൈൻഡർ മിക്സിക്ക് ഞാൻ ചാക്കിനടുത്ത് മാറ്റി തൊണ്ടേ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. പുറത്ത് നാനും സുഖവും കൂത പാക്കറി പറക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വിറ്റ് പൈസ ആക്കി തരണം. വിറ്റൊക്കെ തരാം, പക്ഷെ എനിക്ക് എന്ത് തരും? കിട്ടുന്നതിന്റെ പകുതി പൈസ വല്യമ്മ എടുത്തോ. പക്ഷെ ബാക്കി നമുക്ക് വേണം ഗിഫ്റ്റ് വാങ്ങിക്കാന്നേ. ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ആ എടി സരസു, പിന്നെ ഇന്ന് വൈകുന്നേരം കുടുംബശ്രീ മീറ്റിംഗിന് ഞാൻ കാണൂല കേട്ടാ. മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിലേ ഈ പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെച്ച് പോണം. ഞാൻ പ്രസിഡന്റ് ആയിക്കോളാം. അയ്യടാ. സരസു ഞാൻ വിളിക്കാമേ. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വല്ല പരിപാടി ഉണ്ടാ? വൈകുന്നേരം ഡയറി എടുത്തോണ്ട് വരാം. ചാർട്ട് ചെയ്തിരുന്ന പരിപാടി മറന്നുപോയെങ്കിലേ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. വേണ്ട, അതിന്റെ ആവശ്യമില്ല. വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ ഫ്രണ്ടിൽ കുറച്ച് ആക്രി സാധനങ്ങൾ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി വിറ്റിട്ട് വരി. നീ പറക്കി യഥാ? അല്ല, പക്രു സുബ്രു. അതെന്തിന് വൈകുന്നേരം വരെ ആക്കണത്? ഞാൻ ഇപ്പൊ തന്നെ വിറ്റ് കാശായിക്കൊണ്ട് വരാം. ഹലോ സുബുദു, വല്യത്തൻ നമ്മളെ ചതിത്തതാ. നാളും വല്യമ്മ നമ്മൾക്കിത് വേണ്ടേന്ന്. മക്കളെ, ഞാൻ അറിഞ്ഞ അങ്ങേര് ആ പൈസ കൊണ്ട് മുങ്ങോന്ന് അപ്പിപ്പാവം കിട്ടേ ഉള്ളൂ അങ്ങേർക്ക്. എന്നാലും ഇത് വല്ലാത്ത തതിയായി പോയി വല്യമ്മ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയത്. ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചുതരാം, പോരെ? അത് മതി അത് മതി. ദീപിക തന്നെ നോക്കി വാങ്ങിക്കുന്നേ. ഡൺ. അങ്ങേരിങ്ങോട്ട് വരട്ടെ, അങ്ങേരെ പരട്ടത്തല ഞാൻ തല്ലി പൊടിക്കും. സുബുദു തെദ്ദീപീർ വാങ്ങിക്കാൻ പറഞ്ഞതാ. ഇപ്പൊ കൊണ്ടുവരുന്ന സാധന ഞാൻ വിളിക്കാൻ കത്താ. ഡാ മക്കളെ, ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റൂല. അതെന്ത്?
ആ പൈസയും കൊണ്ട് നിങ്ങളെ വല്യച്ഛൻ വീണ്ടും മുങ്ങി. ഹലോ സന്ദ്രി, പിന്നെ പറയേച്ചി നീ വരുമ്പോഴേ ചിട്ടി പൈസ 1000 എടുത്തോണ്ട് വരണേ. എന്തായാലും മുക്കാൻ തന്നെ. മുക്കാനൊന്നും അല്ല, നമ്മുടെ പക്രുമോന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ വരണം, അപ്പോഴേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനേ. മുക്കാനൊന്നും കള്ളി. ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോഴും പല്ലിന്റെ ഇടയിൽ കയറി. ഹേയ് സന്ദ്രി. ആ രഘുചേട്ടാ, ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നു. എന്തിനി? ജലജ ചേച്ചിയെ 1000 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, ഒരു ഗിഫ്റ്റ് വാങ്ങാൻ. ഗിഫ്റ്റാ? ആർക്ക്? പക്രുവിന്. വീണ്ടും പൈസ. അപ്പൊ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട്. ഞാൻ അവിടെ ഇല്ലാത്തുണ്ടല്ലേ നിന്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനല്ലേ വന്ന് വാങ്ങിക്കോളൂ. അതിന്റെ കൃത്യമായിട്ടുണ്ടല്ലേ? എന്തായാലും രഘുചേട്ടനെ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ഈ പൊരി വെയിലും കൊണ്ട് ഞാൻ അങ്ങ് വരെ വരണ്ടേ. വലിയ ഉപകാരം. അത് ഞാൻ അങ്ങോട്ടല്ലേ ചന്ദ്രി പറയാനുള്ള. മനസ്സിലായില്ല? വലിയ മനസ്സിലായിക്കോളും. എന്റെ ഗിഫ്റ്റ് നാൻ കളിക്കുന്ന ഏനീ ബാബിനെ പോലെ ആയി വല്യമ്മ. അതെന്ത് മക്കളെ അങ്ങനെ പറഞ്ഞ? ഞാൻ എപ്പോഴും മൂന്നോട്ട് കയറിയാലും എന്ന പാമ്പ് എനിക്ക് താവത്തതും. 10, 30, 50, 60. അപ്പൊ ജോലിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാല്ലേ? സമയം എന്തായി? സമയം